ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു എമ്പുരാൻ. സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോ ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കാരണം എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് വളരെ കുറവാണ്. 4-ാം ദിവസമായ ഞായറാഴ്ച ഫസ്റ്റ് ഡേക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 10,85 ലക്ഷം രൂപയാണ് ഞായറാഴ്ച എമ്പുരാൻ സ്വന്തമാക്കിയത്. 4 ദിവസം കൊണ്ട് ആകെ കേരളത്തിൽ നിന്ന് 43,20 ലക്ഷം രൂപ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 5-ാം ദിവസമായ ഇന്ന് ഈദ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ 10 കോടിക്കടുത്ത് കളക്ഷൻ പ്രതീക്ഷിക്കാം. കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കടക്കുന്ന 3ാമത്തെ മോഹൻലാൽ സിനിമയായിട്ടും എമ്പുരാൻ മാറാൻ പോവുകയാണ്. പുലിമുരുകനും ലൂസിഫറുമായിരുന്നു മറ്റ് 2 സിനിമകൾ. തമിഴ്നാട്ടിൽ നിന്ന് 5,95 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 9,35 ലക്ഷവും, തെലുങ്കിൽ നിന്ന് 3,10 ലക്ഷവും, നോർത്ത് ഇന്ത്യയിൽ നിന്ന് 7,40 ലക്ഷവും സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. 4 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 69 കോടി രൂപയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 101 കോടി രൂപയുമാണ്. എമ്പുരാൻ എന്ന ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡിൽ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 170 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 5-ാം ദിവസമായ ഇന്നത്തോടുകൂടി വേൾഡ് വൈഡായിട്ട് 200 കോടി ക്ലബിലേക്ക് സിനിമ എത്തും. 6-ാം ദിവസമായ ചൊവ്വാഴ്ച കേരള അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ 4 കോടി ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് കളക്ഷനിൽ എവിടെ വരെ പോകാൻ പറ്റുമോ അതിൻ്റെ പീക്ക് പെർഫോമൻസ് ആണ് മിക്സഡ് റിവ്യൂവും പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിട്ട് പോലും എമ്പുരാൻ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ, എന്നാൽ എമ്പുരാൻ്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് അതിനെ തകർക്കാൻ മറ്റ് മലയാള സിനിമകൾക്കൊക്കെ അത്ര എളുപ്പമായിരിക്കില്ല. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.